വളരെ അവിചാരിതമായ സംഭവമാണ്. നിങ്ങളൊക്കെ അറിയുന്നത് പോലെ തന്നെ PG മനു ആത്മഹത്യ ചെയ്തത്. അതിൻ്റെ പിന്നിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ ആദ്യത്തെ കേസുമായി ബന്ധപ്പെട്ട് ചില പ്രചരണങ്ങൾ നടന്നിരുന്നു. 2018 ഒരു കേസുമായി ബന്ധപ്പെട്ട് ആ കേസ് 2023 രജിസ്റ്റർ ചെയ്യുകയും അതനുസരിച്ച് മനു മുൻകൂർ ജാമ്യത്തിന് വേണ്ടി സുപ്രീം കോടതി വരെ പോവുകയും അത് തിരസ്കരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കീഴടങ്ങി. അതനുസരിച്ച് 59 ദിവസം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തതാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഇദ്ദേഹം മാപ്പ് പറഞ്ഞു എന്നുള്ള രീതിയിൽ ഒരു പ്രചാരണം നടന്നിരുന്നു. അതിനുശേഷമാണ് രണ്ടാമതൊരു കേസ് വരുന്നത്. രണ്ടാമത് കേസ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ജോൺസണും ജോൺസൻ്റെ ഭാര്യയും അത് പ്രചരിപ്പിച്ച സോഷ്യൽ മീഡിയയിലെ ആളും ഒരു മരണത്തിലേക്ക് ഒരാളെ നയിക്കുന്നതിന് പ്രേരണ വരുത്തി. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പറയുന്ന മനു എന്ന് പറയുന്ന മുൻ ഗവൺമെൻറ് ലീഡർ മരിക്കുകയും അതനുസരിച്ച് പോലീസ് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അല്ലെങ്കിൽ ജൂനിയർ അഭിഭാഷകർ കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി ഈ പറയുന്ന ജോൺസനെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ പറയുന്ന മനു SC/ST വിഭാഗത്തിൽപ്പെട്ടതായതുകൊണ്ട് SC/ST വകുപ്പുകൾ കൂട്ടിച്ചേർത്ത് കൊല്ലം സിറ്റിയിലെ ACP അവർകളാണ് ഈ കേസ് അന്വേഷണം വളരെ കൃത്യമായി നടത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്തു തന്നെ ഇന്ന് വൈകിട്ട് തന്നെ ഈ പറയുന്ന ജോൺസൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തും. അതനുസരിച്ച് ഈ കുറ്റകൃത്യങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം കോടതിയിൽ അവതരിപ്പിക്കുകയും കോടതിയിൽ ഇയാൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. തീർച്ചയായിട്ടും കുടുംബത്തോടൊപ്പം എല്ലാവിധ പിന്തുണയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. സഹോദരൻ എന്നെ വിളിച്ചിരുന്നു, സഹോദരി എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഒരു മാസ് പെറ്റീഷൻ നൽകുക, ഒപ്പം തന്നെ കൃത്യമായ അന്വേഷണം നടക്കുന്നതിനൊരു പരാതി നൽകുക, ഇതൊക്കെയാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ, എൻ്റെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ എൻ്റെ ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ എല്ലാവിധത്തിലുള്ള നിയമസഹായം അവരുടെ കുടുംബത്തിന് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ നൽകുന്നതാണ്.